Hello and welcome back to my channel. എൻ്റെ പേര് പ്രിയ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാനിരിക്കുന്നത് ഒരു homemade face gel ആണ്. ഇത് 100% natural ingredients ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു gel ആണ്. ഇത് നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്യുന്നത് മൂലം നമുക്ക് കിട്ടാവുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് കാണാം. ഇത് നമ്മുടെ മുഖത്തിലുള്ള sun tan അതായത് കരിവാളിപ്പ് മാറ്റാനും മുഖം നല്ല ബ്രൈറ്റ് ആവാനും നമ്മുടെ pores ഒക്കെ കുഴികളൊക്കെ ഒന്ന് ടൈറ്റ് ആവാനും ആന്റി ഏജിങ്ങിനും മുഖത്തുള്ള കറുത്ത പാടുകളും ബ്ലെമിഷസും മുഖക്കുരുവും ആക്നെ എല്ലാം തന്നെ കളയാനായിട്ടും വളരെ യൂസ്ഫുൾ ആണ്. നമ്മൾ ഇത് നൈറ്റ് ക്രീം ആയിട്ട് ഉപയോഗിക്കാം. രാത്രി കിടക്കുന്നതിന് മുന്നേ മുഖം വൃത്തിയാക്കിയിട്ട് ഇത് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് കിടക്കാം. നല്ല വെയിലത്തൊക്കെ പോയിട്ട് വന്ന ഉടൻ തന്നെ ഇത് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കരിവാളിപ്പ് ഏറ്റിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മാറാനായിട്ട് വളരെ സഹായകരമാണ് ഈ ഒരു ജെല്ല്. പിന്നെ നമ്മുടെ മുഖം നല്ലോണം റിഫ്രഷ്ഡ് ആയിട്ട് നല്ല കൂളിംഗ് ആയിട്ട് ഇരിക്കാനായിട്ടും ഈ ഒരു ജെല്ല് നല്ല യൂസ്ഫുൾ ആണ്. അപ്പൊ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. ഇത് ഉണ്ടാക്കാനായിട്ട് നമുക്കൊരു വെള്ളരിക്കയും ഒരു ഓറഞ്ചിന്റെ കാൽഭാഗവുമാണ് വേണ്ടത്. ഇത് രണ്ടിന്റെയും ജ്യൂസ് എടുത്തിട്ടാണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പൊ ആദ്യം നമ്മൾ വെള്ളരിക്ക ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ട് അതിന്റെ ജ്യൂസ് എടുക്കണം. അപ്പൊ വെള്ളം ചേർക്കാതെ അരച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതിന്റെ പ്യൂർ ജ്യൂസ് തന്നെ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കണം. അപ്പോൾ വെള്ളരിക്ക ജ്യൂസ് എടുത്തിട്ട് മാറ്റി വയ്ക്കുക. അതുപോലെ തന്നെ നമ്മൾ ഓറഞ്ചിന്റെ ജ്യൂസ് എടുക്കുക. ഇത് മിക്സിയിലിട്ട് അടിക്കണം എന്നൊന്നും ആവശ്യമില്ല. നമ്മൾ കൈകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് സ്ക്വീസ് ചെയ്ത് എടുത്താൽ മതി. ഫേസ് ജെൽ ഉണ്ടാക്കാനായിട്ട് ആദ്യമായിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ആലോവേറ ജെല്ലാണ്. ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ആലോവേറ ജെല്ലാണ് ഇതിന് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇത് ഉപയോഗിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ജെല്ലിന് കുറച്ച് തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസി കിട്ടും. വീട്ടിൽ നിന്ന് തയ്യാറാക്കിയിട്ട് അതായത് ഫ്രഷ് ആയിട്ടുള്ള ആലോവേറ ജെല്ലായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അത് ഉപയോഗിക്കുമ്പോൾ നമുക്ക് കുറച്ച് ഈ ഫേസ് ജെല്ലിന് ലൂസ് ആയിട്ടുള്ള കൺസിസ്റ്റൻസിയാണ് കിട്ടുക. അപ്പൊ ഞാനിവിടെ ഗുഡ് വൈബ്സ് എന്ന് പറയുന്ന ആലോവേറ ജെല്ലാണ് ഇതിന് ഉപയോഗിക്കുന്നത്. അപ്പൊ ആലോവേറ ജെല്ല് എടുത്തതിന് ശേഷം 2 സ്പൂണാണ് എടുത്തിരിക്കുന്നത്. എടുത്തതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കുക്കുംബർ വെള്ളരിക്കയുടെ ജ്യൂസ് അതിലേക്ക് ചേർത്ത് കൊടുക്കണം. 2 സ്പൂണാണ് ഞാനിവിടെ ചേർക്കുന്നത്. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഓറഞ്ച് ജ്യൂസും കൂടെ അതിൽ ചേർത്ത് കൊടുക്കാം. ഓറഞ്ച് ജ്യൂസും 2 സ്പൂണ് വീതം ചേർത്ത് കൊടുക്കുക. അപ്പൊ ആലോവേറ ജെല്ല് കൂട്ടിയിട്ട് കൂടുതൽ എടുത്തിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് ജ്യൂസിന്റെ അളവും കൂടെ കൂട്ടി നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അടുത്തത് ഞാൻ ചേർക്കാൻ പോകുന്നത് ബദാം എണ്ണയാണ്, അതായത് ആൽമണ്ട് ഓയിൽ, സ്വീറ്റ് ആൽമണ്ട് ഓയിൽ. അപ്പോൾ ഇതും നമുക്ക് നമ്മുടെ സ്കിൻ ബ്രൈറ്റനിങ്ങിന് വളരെ നല്ലതാണ്. ബദാം ഓയിൽ ഞാനിവിടെ ഒരു 1/2 സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. ബദാം ഓയിലിന് പകരം നമ്മൾ വിറ്റമിൻ ഇ ക്യാപ്സ്യൂൾസ് കിട്ടും, അത് വേണമെങ്കിലും ചേർക്കാം. 1 അല്ലെങ്കിൽ 2 ക്യാപ്സ്യൂൾസ് പൊട്ടിച്ചിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഏതായാലും കുഴപ്പമില്ല, നമ്മുടെ ഓപ്ഷനാണ്. ബദാം ഓയിൽ ഓർ വിറ്റമിൻ ഇ ക്യാപ്സ്യൂൾസ് നമുക്ക് ചേർക്കാം. അതിനുശേഷം ഇത് ഓപ്ഷണൽ ആണ് ഈ ടീ ട്രീ ഓയിൽ എന്ന് പറയുന്നത്. ഇത് നല്ല മണം കിട്ടാൻ ായിട്ടും മുഖക്കുരുവിനും എല്ലാം തന്നെ വളരെ നല്ലതാണ്. ടീ ട്രീ ഓയിൽ ചേർക്കുന്നത് നല്ലതാണ്, പക്ഷെ ഓപ്ഷണൽ ആയിട്ട് നമുക്ക് വെക്കാം. അപ്പൊ ഞാനിവിടെ അതിലേക്ക് 2 ഡ്രോപ്പ് ടീ ട്രീ ഓയിലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് ഓപ്ഷണൽ ആണ്, വേണമെങ്കിൽ ചേർക്കാം അല്ലെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാം. അപ്പോൾ അതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പൊ നന്നായിട്ട് നമ്മൾ അടിച്ചെടുക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു ജെല്ലിന്റെ ആ ഒരു ഫ്ലഫി ആയിട്ട് വരിക. അപ്പൊ കുറച്ചു നേരം നമ്മൾ അടിച്ചു കൊടുത്തുകൊണ്ടിരിക്കുക. കുറച്ച് വെള്ളം പോലെ ആവുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ആലോവേറ ജെല്ല് അതിലേക്ക് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഫ്ലഫി ആയിട്ട് നമുക്ക് ഈ ജെല്ല് കിട്ടും. അപ്പൊ അത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ഫേസ് ജെല്ല്. ഇത് നമ്മൾ ഉണ്ടാക്കിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് 2 ആഴ്ച വരെ കേടുകൂടാതെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച ആലോവേറ ജെല്ലാണെങ്കിൽ കുറേ ദിവസം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. വീട്ടിൽ നിന്ന് എടുത്ത ഫ്രഷ് ആലോവേറ ജ്യൂസ് ആണെങ്കിൽ ഒരാഴ്ച വരെയും ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഇത് ഉപയോഗിച്ച് നോക്കിയിട്ട് നിങ്ങളുടെ കമന്റ്സും നിങ്ങളുടെ സജഷൻസും എല്ലാം കമന്റ് ബോക്സിൽ പറയാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഇറ്റ്സ് മീ സൈനിങ് ഓഫ് പ്രിയ ജയൻ. ബൈ, ടേക്ക് കെയർ.